നമസ്കാരം. വാർത്താ മഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക് പോകുന്നു. നോവായി തണ്ണീർക്കൊമ്പൻ. തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി. 15 മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിൽ മയക്കുവെടി വെച്ച് കർണാടകയിലെത്തിച്ച ആന ബന്ദിപ്പൂരിലെ രാമപുര ക്യാമ്പിൽ വെച്ചാണ് ചരിഞ്ഞത്. ഇവിടെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ. കേരളത്തിൽ നിന്നുള്ള സംഘവും രാമപുരയിൽ എത്തിയിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആനയെ ബന്ദിപ്പൂർ വനമേഖലയിൽ തുറന്നുവിടാനായിരുന്നു തീരുമാനം. ലോറിയിൽ നിന്ന് കൂട്ടിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ദാരുണ സംഭവമുണ്ടായത്. 20 ദിവസത്തിനിടെ 2 തവണയാണ് ആന മയക്കുവെടി ദൌത്യത്തിന് വിധേയനായത്. 5 അംഗ സമിതി വിഷയം അന്വേഷിക്കുമെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ 24 പറഞ്ഞു. തണ്ണീർക്കൊമ്പൻ ഇന്ന് ഏതാനും സമയത്തിന് മുമ്പ് ആ ആന ചരിഞ്ഞു എന്ന വിവരമാണ് ഇപ്പോൾ ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ വരെ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കിയെന്ന് പറയുമെങ്കിലും ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നില്ല. വിശദാംശങ്ങളിലേക്ക് പോകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തുന്നത് സംയുക്തമായിട്ടാണ് നടത്തുക എന്ന് തീരുമാനിക്കും. കർണാടകയും കേരളയും സംയുക്തമായ മേൽനോട്ടത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക. അതിനു മുമ്പേ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് ശരിയല്ല. പക്ഷേ ഏതായിരുന്നാലും ആ സംഭവത്തെക്കുറിച്ച് ഒരു ഉന്നതതല സമിതിയെ വെച്ച് പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ള നിഗമനം. തണ്ണീർക്കൊമ്പൻ അവശനായിരുന്നുവെന്നും ചരിഞ്ഞെന്ന വാർത്ത ഞെട്ടിച്ചെന്നുമായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം. അയ്യോ, അതൊരു ഭയങ്കര സങ്കടമായിപ്പോയി. അറിഞ്ഞപ്പം മുതൽ നമ്മളെ വാഴ പോയതോ മറ്റുള്ള ഇതല്ല. അത്രയും റിസ്ക് എടുത്ത് ഫോറസ്റ്റുകാരും ഉദ്യോഗസ്ഥരും പോലീസുകാരും നാട്ടുകാരും പത്രക്കാരും ഒക്കെ മെനക്കെട്ടത് അറിഞ്ഞപ്പം ഭയങ്കര സങ്കടമായിപ്പോയി. വളരെയേറെ സങ്കടമുള്ള ഒരു വാർത്തയാണ്. നിങ്ങളിലൂടെയാണ് നിങ്ങൾക്കത് അറിയാൻ കഴിഞ്ഞത്. ഇത്രയും ജനങ്ങളും എല്ലാവരും ഉൾപ്പെട്ട് അതിന് കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. സങ്കടം, വളരെയേറെ സങ്കടപ്പെട്ടായിരുന്നു. കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. എങ്കിലും അവനോട് ഇപ്പോൾ ഈ ഒരു അവസ്ഥ അറിഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ അവനെപ്പറ്റി ദുഃഖിച്ചെന്നെ എന്നല്ല ഇപ്പോൾ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ട് വലിയ തരത്തിലുള്ള ഉപദ്രവങ്ങളൊന്നും ഇതിൻ്റെ കുറച്ച് വാട പോയി എന്നല്ലാതെ വേറെ ഒന്നും ഒരു പ്രത്യേകത അല്ല, പ്രത്യേകമായിട്ട് ഒന്നും പറയാൻ എനിക്ക് ഒന്നും പറയുന്നില്ല. ദുഃഖകരം. ഇന്നലെ തന്നെ അതിൻ്റെ ആരോഗ്യനില മോശമായിരുന്നു. പക്ഷേ ഈ വാർത്ത നമുക്കൊന്നും പറയാനില്ല. 10-15 മണിക്കൂർ ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വളരെ വിഷമമുള്ളൊരു കാര്യമായിരുന്നു. ഇങ്ങനൊരു വാർത്ത ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ പ്രതിനിധികൾ ദീപക് ധർമ്മടം, സുർജിത്ത് അയ്യപ്പത്ത്, സജോ ദേവസി എന്നിവർ തത്സമയം. ആദ്യം സുർജിത്ത് അയ്യപ്പത്ത്. സുർജിത്ത്, നിലവിലുള്ളത് ബന്ദിപ്പൂരിലാണ്. ഇന്ന് പുലർച്ചെയാണ് ഈ ദാരുണ സംഭവം നമ്മൾ അറിയുന്നതും. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആരുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ? കർണാടക കേരള സംയുക്ത സംഘം ആണോ ഇതിന് നേതൃത്വം നൽകുന്നത്? ഇന്ന് രാവിലെ തന്നെ കേരളത്തിൽ നിന്നുള്ള വനംവകുപ്പ് സംഘവും അതോടൊപ്പം തന്നെ വെറ്റിനറി സംഘവും ഇവിടെ ബന്ദിപ്പൂരിൽ എത്തിയിട്ടുണ്ട്. ബന്ദിപ്പൂരിൽ രാമപുര എന്ന് പറയുന്ന ഒരു എലിഫന്റ് ക്യാമ്പ് ഉണ്ട് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷമാകും പോസ്റ്റ്മോർട്ടം പൂർത്തിയാവുക. ഇതിനുശേഷം മാത്രമാണ് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുള്ള സാധ്യത ആ ഒരു ഘട്ടത്തിൽ മാത്രമാകും. ഈ ഹൃദയാഘാതമാകാം മരണകാരണം എന്നുള്ള പ്രാഥമികമായ നിഗമനമുണ്ട്. പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹൃദയാഘാതം സംഭവിക്കാനുള്ള സാധ്യത, നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ 11 മണിയോടുകൂടി ആരംഭിച്ചു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആ മേഖലയിലേക്ക് മാധ്യമങ്ങൾക്കോ മറ്റ് പുറമെ നിന്നുള്ള ആളുകൾക്കോ ഒരു തരത്തിലുള്ള പ്രവേശനവുമില്ല. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഈ വെറ്റിനറി ഡോക്ടർമാരും ഉൾപ്പെട്ട സംഘത്തിന് മാത്രമാണ് ആ മേഖലയിലേക്ക് പ്രവേശനം ഉള്ളത്. ബാക്കി എല്ലാവരെയും പുറത്തുനിന്ന് പറഞ്ഞയക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ ആന പൊതുവെ അവശനായിരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് വ്യക്തമാവുന്നത്. എന്തായാലും പലപ്പോഴും തീറ്റയെടുക്കാനും വെള്ളം കുടിക്കാനും ഒന്നും അത്ര കഴിയാത്ത വിധത്തിൽ ഒരു പ്രതിസന്ധി ഈ ആനയ്ക്ക് നേരിട്ടിരുന്നു എന്നാണ് വ്യക്തമാവുന്നത്. ആനയെ മയക്കുവെടി വെച്ച ശേഷം അതിനെ ലിഫ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റിയ ശേഷം എത്തിച്ച് 2 മണിയോടുകൂടിയാണ് ഈ ബന്ദിപ്പൂരിൽ രാമപുരയിൽ എത്തിക്കുന്നത്. രാമപുരയിൽ എത്തിയ ശേഷം ഈ കൈമാറുന്ന നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയതാണ്. ഇതിനെ ഇറക്കി, ലോറിയിൽ നിന്ന് ഇറക്കി താഴേക്ക് എത്തിക്കുമ്പോഴാണ് ഇത് കുഴഞ്ഞു വീണത്. 2 കുങ്കിയാനകളുടെ സഹായത്താൽ ആണ് ഈ ആനയെ ഇറക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇറക്കിയ ശേഷമാണ് ഇത് കുഴഞ്ഞ് വീഴുകയായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് മരണകാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മരണത്തിലേക്ക് നയിക്കാനുള്ള കാരണം എന്തെന്നുള്ളതാണ് വ്യക്തത വരേണ്ടത്. പക്ഷേ ഈ കർണാടക വനംവകുപ്പ് ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള നിരീക്ഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനം കൂടി ഉയരുന്നുണ്ട്. കാരണം ഈ ആന കേരളത്തിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ ഒരു നിരീക്ഷണം സാധ്യമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അറിയാൻ കഴിയുമായിരുന്നു കർണാടക വനംവകുപ്പിന്.
പക്ഷേ അത് ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനം കൂടി ഉയരുന്നുണ്ട്. മാത്രമല്ല അന്ന് ഹാസനിൽ നിന്ന് ഈ ആനയെ 16-ാം തീയതി ജനുവരി 16-ന് പിടികൂടുമ്പോൾ അന്ന് പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള സംശയങ്ങളുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മാത്രമാകും ഇക്കാര്യത്തിൽ വ്യക്തത കൈവരിക. എത്ര സമയം പോസ്റ്റ്മോർട്ടം നടപടികൾ നീളും? ഇതിന്റെ കൃത്യമായ വിവരങ്ങളൊക്കെ നമുക്ക് എപ്പോൾ ലഭിക്കും? എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്താക്കുറിപ്പ് ഈ കർണാടക വനം വകുപ്പ് ഇറക്കും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. കേരളത്തിൽ നിന്നും DFO ഷജ്ന കരീം ഉൾപ്പെടെയുള്ളവർ ഈ രാമപുരയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ അവർ എത്തിയിട്ടുണ്ട്. അവരും ഈ നടപടികൾ എല്ലാം തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും അവരിൽ നിന്ന് ഒരു ഉത്തരം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആ വാർത്താക്കുറിപ്പിൽ കൃത്യമായത് എന്താണ് ഈ മരണകാരണം സംബന്ധിച്ചുള്ള വിവരത്തിൽ അതിനകത്തൊരു വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അനുജ, ശരി, അതാണ് ബന്ദിപ്പൂരിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്തിന് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരം. സജോ ദേവസ്യ മാനന്തവാടിയിൽ നിന്ന്. സജോ, ഇന്നലെ ഈ സമയത്തെല്ലാം ഈ തണ്ണീർക്കൊമ്പനെ പിടികൂടാനൊക്കെയുള്ള ദൗത്യസംഘത്തിന്റെ ശ്രമമായിരുന്നു. ഏതാണ്ട് 15 മണിക്കൂറിലേറെ എടുത്താണ് അവനെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിഞ്ഞത്. പക്ഷേ പിന്നീടാണ് നമ്മളെയൊക്കെ വേദനയിലാഴ്ത്തിയ ആ വാർത്ത പുറത്തു വന്നത്. ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർക്കൊക്കെ പറയാനുള്ളത് എന്താണ്? കുറച്ചു മുമ്പ് നമ്മൾ ചില പ്രതികരണങ്ങളൊക്കെ കേൾക്കുന്നു. എല്ലാവരും അവർക്ക് സങ്കടമാണ് എന്ന പ്രതികരണം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അനുജ, ഇക്കാര്യത്തിൽ അത്യന്തം ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് ഉണ്ടായത്. ഇവിടെ നിന്ന് തണ്ണീർക്കൊമ്പനെ മാറ്റണം എന്നത് നാട്ടുകാരുടെ ഒരു ആവശ്യമായിരുന്നു. പക്ഷേ ആന ചെരിയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ അത് സ്വാഭാവികമായും അക്കാര്യത്തിൽ ആളുകൾക്കൊക്കെ വിഷമമുണ്ട്. നമ്മളോടൊപ്പം ഇവിടെ ഞാൻ നിൽക്കുന്നത് ഈ ഓപ്പറേഷൻ ഇന്നലെ ദൗത്യം നടന്ന അതേ സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ ആ സമയം മുഴുവനൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നമ്മളോടൊപ്പം ഉണ്ട്. യഥാർത്ഥത്തിൽ പിടിച്ചു മാറ്റണം എന്നൊക്കെയുള്ളത് നമ്മുടെ ഒരു പേടിയും ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആന ചെരിഞ്ഞു എന്ന് കേട്ടപ്പോൾ അത് വല്ലാത്ത സങ്കടം, ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മനസ്സിലൊരു വിങ്ങൽ പോലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടു പോയ പോലെ ഒരു തോന്നൽ. കാരണം അത് പാവമായിരുന്നു, അത് പാവമായിരുന്നു. പിന്നെ ഇന്നലെ രാവിലെ മുതൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. അവിടുന്ന് വെള്ളം കുടിച്ചു, ഭക്ഷണമൊന്നും അത് കഴിച്ചിട്ടില്ലല്ലോ. വയറുമൊക്കെ ഇതായിട്ട് പിന്നെ ഒരു അങ്ങനത്തെ ഒന്നുമില്ലായിരുന്നു. എന്തെങ്കിലും ഒരു അപകടമോ അക്രമോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. കുറേ നേരം നിന്നത് മാത്രമല്ല, അതിലെ ലൈവായിട്ട് കയറി ഈ മെയിൻ റോഡിൻ്റെ അടുത്ത് അങ്ങ് എടുത്തൊരു വീടുണ്ട്. ആ വീടിൻ്റെ അവിടം വരെ ചെന്നപ്പോൾ അപ്പുറത്ത് ആൾക്കാർ നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഇതിന് എങ്ങോട്ട് പോകേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇതൊരു വട്ടം ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ഇതിൽ വന്ന് നമ്മുടെ കിണറിൻ്റെ അവിടുന്ന് കുറച്ച് മണ്ണ് വാരി തലയിലിട്ട് ഞാൻ മൂലയ്ക്ക് പോയി. അവിടുന്ന് രണ്ടിടത്തുനിന്ന് കുറച്ച് മണ്ണ് വാരി തലയിലൊക്കെ ഇട്ട് തവിട്ടു. അപ്പോൾ ഈ ജനങ്ങളെല്ലാം ചുറ്റും അടുത്തടുത്തവർക്ക് നിൽക്കണം. അതൊന്നും അവർ നോക്കുന്നു പോലും ഇല്ലായിരുന്നു. അത്ര നല്ല ഒരു പാവമായിരുന്നു. പക്ഷെ കൊണ്ടുപോകണം എന്നുള്ളത് നമുക്ക് കാട്ടാനെന്ന് പറയുമ്പോൾ നമുക്ക് പേടിയല്ലേ. പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. മാത്രമല്ല അവർ നമ്മളെ ഇറക്കില്ല. ഞങ്ങളെന്നും ഇതിൻ്റെ മുകളിൽ പോലും നിർത്തില്ല. ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. ഉള്ളിൽ കയറിയിട്ട് ഞാൻ ഗ്രില്ല് തുറന്ന് പിന്നെ അവനെ കയറ്റി കഴിഞ്ഞാണ് നമ്മൾ പുറത്തിറങ്ങണത്. നമ്മളെ ഇറക്കില്ലായിരുന്നു. ഇതിൽ മുഴുവൻ ഉദ്യോഗസ്ഥർ ഇരിക്കുകയായിരുന്നു. ചെറുതെന്നല്ല, അവിടെ നിന്നെടുത്ത് 10-15 വാഴ പോയിട്ടുണ്ട്. അല്ലാതില്ല. ഇതിലിറങ്ങുമ്പോൾ നമ്മൾ ബാക്കി കൂടെ ഇറങ്ങി വന്നേ. റോഡിൽ കൂടെ വന്നിട്ട് പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ ആ സൈഡിൽ കൂടെ അവിടെ ഒരു വീട്, അവരൊരു വീടല്ല കുറേ വീടുകളുണ്ട്. ആ വീട്ടിൽ കൂടെ ഇറങ്ങി വന്നപ്പോൾ റോഡിൻ്റെ ഇപ്പോൾ അമ്മ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ മണ്ണൊക്കെ വാരിയിട്ട് അത് ഈ ചൂടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഈ ചൂട് സമയത്തൊക്കെ നിശ്ചയിക്കുന്നതിലുമൊക്കെ ചില പ്രയാസങ്ങൾ വന്നു. ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നതാണ്. വെള്ളം കൃത്യമായി ഉണ്ടായിട്ടില്ല, നിർജ്ജലീകരണം ഉണ്ടായിരുന്നിരിക്കാം. ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. അതെല്ലാം ഇനി ഗൗരവമുള്ള അന്വേഷണത്തിന് വിധേയമാകേണ്ട കാര്യമാണ്. അത് ഇതിനകം തന്നെ വനം വകുപ്പ് മരണകാരണം എന്തോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടം നടപടിയിലൂടെ മാത്രമേ വ്യക്തമാവുകയും ചെയ്യുകയുള്ളൂ. ദീപക് ധർമ്മടത്തിലേക്ക് കൂടി. ദീപക്, ഈ ദാരുണ സംഭവം ഉണ്ടായത്, അതിനുശേഷം ആ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് ദീപക്കാണ്. യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ ഒരുപാട് വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയായി മാറി അത്. ഇപ്പോൾ ഇതിലെ കാരണങ്ങൾ എന്താകാം? ഇതിലേതെങ്കിലും തരത്തിൽ അനാസ്ഥയുണ്ടായിട്ടുണ്ടോ അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നിർജ്ജലീകരണം അടക്കമുള്ള കാരണങ്ങൾ. അത് ഇത്രയും മണിക്കൂർ ജലം ലഭിക്കാതെ, ആനയ്ക്ക് കിട്ടേണ്ടുന്ന വെള്ളമുണ്ട്, അതിൻ്റെ ഒരു കണക്കൊക്കെ ഉണ്ട്. ഒരു ദിവസം ഏതാണ്ട് 30 ലിറ്ററിന് മുകളിൽ വെള്ളം എന്നൊക്കെയുള്ള കണക്കുണ്ട്. അപ്പോൾ അതൊന്നും ലഭിക്കാതെ ഉള്ള മരണമായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. അതിടയ്ക്കിടെ മണ്ണ് ദേഹത്തേക്ക് വാരിയിടുന്നത് നമ്മൾ ഇന്നലെ പലതവണ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അതൊക്കെ നൽകിയ സൂചന എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് കൂടി ഇത് വഴിവെക്കുന്നില്ലേ ഈ സംഭവം? അതിന് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരികയും തന്നെയാണ് ഇതിലേറ്റവും നിർണായകമായ കാര്യം.
ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ ബാക്കി എല്ലാം തന്നെ പ്രഡിക്ഷനുകളാണ്. അതായത് സാധ്യതാ പ്രവചനങ്ങളും വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളും മാത്രമാണ്. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും, ഈ ആനയുടെ മരണകാരണം, അതായത് ആന ചെരിയാൻ കാരണമായതിൽ ഒരു ഘടകം മയക്കുവെടി ആയിട്ടുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. കാരണം അതിന്റെ കാരണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള മയക്കുവെടിയുടെ അളവ് തോത് വ്യത്യാസമുണ്ടാവൽ, അതുപോലെ തന്നെ ഈ മയക്കുവെടിയിൽ 2 തരത്തിലുള്ള മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഇത്തരം ഘടകങ്ങൾ ചിലപ്പോൾ ഇതിന് കാരണമായിട്ടുണ്ടാകാം. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. അനുജ, ഇതിൽ ഒരു കാര്യം കൂടി ദീപക്, ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ റേഡിയോ കോളർ ഘടിപ്പിക്കുന്നതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. അതിനെ കൃത്യമായി നിരീക്ഷിക്കുക, ആ വിവരങ്ങളൊക്കെ അറിയിക്കുക എന്നതൊക്കെ. ഇതിലൊക്കെ എവിടെയെങ്കിലും ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നത് കൂടി നമ്മൾക്കൊരു പക്ഷേ ഈ ദാരുണ സംഭവത്തിലൂടെ അതിൽ ഉയരുന്ന ചോദ്യങ്ങളിൽ ഒന്നായി ഇതും മാറുകയല്ലേ, അതിലെന്തെങ്കിലുമൊക്കെ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നതും അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിൽ ഒരു സാങ്കേതികമായ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ കോളർ ID ഘടിപ്പിച്ചതിൻ്റെ സർവർ അത് മോണിറ്റർ ചെയ്യുന്നത് കർണാടകമാണ്. ഇത് കോളർ ID ഘടിപ്പിക്കുന്നത്. കോളർ ID ഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം, ഈ തണ്ണീർക്കൊമ്പൻ മാനന്തവാടിയിൽ ശാന്തനായിരുന്നുവെങ്കിൽ രൗദ്രഭാവത്തിൽ നിറഞ്ഞാടി വിറപ്പിക്കുകയായിരുന്നു കർണാടകത്തിൽ. അങ്ങനെയാണ് മൈസൂരിനടുത്തു നിന്നും പിടിച്ച് മയക്കുവെടി വെച്ച് പിടിച്ചു. അങ്ങനെ അതിനുശേഷം ഈ കോളർ ID ഘടിപ്പിക്കലാണ്. ഈ കോളർ ID ഘടിപ്പിച്ച് ഈ ആനയുടെ ഗതി നിർണ്ണയിക്കലിൻ്റെ വിവരങ്ങൾ സർവറിൽ ലഭിക്കുന്ന മുറയ്ക്ക് അത് മോണിറ്റർ ചെയ്യേണ്ടതാണ്. പക്ഷേ എന്നാൽ ഇന്നലെ കാലത്ത് പുലർച്ചെ 3 മണിക്ക് ലഭിക്കുന്ന ഒരു വിവരമാണ് കേരളത്തിന് ഏതാണ്ട് 5 മണിയോടുകൂടി കർണാടക വനം വകുപ്പ് അറിയിക്കുന്നത്. കാരണം ഈ അതിർത്തി പങ്കിടുന്ന വനമേഖലയിൽ ഇത് അന്തർ സംസ്ഥാന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 കൂട്ടർ തമ്മിലുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇത്തരം നിരീക്ഷണങ്ങൾ നടക്കുന്നത്. ഒരു സുരക്ഷാ ക്രമീകരണം അത്തരത്തിൽ ഈ വനം വകുപ്പിൻ്റെ മേലുദ്യോഗസ്ഥന്മാർ തമ്മിൽ സംയുക്തമായ കമ്മിറ്റികൾ വരെ നിലവിലുണ്ട്. ഈ അന്തർ സംസ്ഥാന റിസർവ് വന മേഖലയിലെ നിരീക്ഷണം ഒക്കെ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോളർ ഘടിപ്പിച്ചു എന്നതുകൊണ്ട് തന്നെ ആനയുടെ ആരോഗ്യനിലയെക്കുറിച്ച് കൃത്യമായി വിവരം ലഭിക്കില്ല. കാരണം ആനയുടെ പൾസ് റേറ്റോ അല്ലെങ്കിൽ ആനയ്ക്ക് മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ളതും ധരിപ്പിക്കാൻ കൃത്യമായി വിലയിരുത്താൻ സാധിക്കില്ല. പിന്നീടുള്ളത് ആനയുടെ ഗതി നിർണ്ണയിക്കൽ, ഒപ്പം തന്നെ ആനയുടെ ചലനത്തിന് വേഗം കുറയുമ്പോൾ അല്ലെങ്കിൽ തീരെ ചലിക്കാതിരിക്കുമ്പോഴുള്ള അനുമാനങ്ങൾ മാത്രമാണ്. അതും ഉൾക്കാട്ടിൽ ഈ കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ഇടയിൽ ഈ റേഞ്ച് തീരെ ഇല്ലാത്ത മേഖലകളുണ്ട്. അത്തരം മേഖലകളിൽ നിന്നുള്ള മണിക്കൂറുകളോളമുള്ള സിഗ്നൽ ഈ കർണാടകത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഏതാണ്ട് 7.5 മണിക്കൂറോളം ഇതിൻ്റെ സിഗ്നൽ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അവർ ഔദ്യോഗികമായി വിവരം പുറത്തുവിടുന്നില്ല, പക്ഷേ അനൗദ്യോഗികമായി അത് കേരളത്തിലെ മുതിർന്ന IFS ഓഫീസർമാരോട് അവർ പങ്കുവയ്ക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രശ്നം, സാങ്കേതികമായി ഇതിനെ പൂർണ്ണമായി വിലയിരുത്തുക എന്നുള്ളത് ഇപ്പോൾ കൃത്യമായ ഒരു വ്യക്തതയിലല്ല. പക്ഷേ എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഈ ഹൃദയാഘാതമായിരിക്കും മരണകാരണം എന്നൊക്കെ അനുമാനിക്കാം. പിന്നെ നിർജ്ജലീകരണമായിരിക്കും, അതുപോലെ തന്നെ മയക്കിൻ്റെ അളവ് വൻതോതിൽ കൂടി. കാരണം ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു മയക്കുവെടി ഓപ്പറേഷനിൽ ഈ ആനയെ തളച്ചത് കർണാടകം. അത് കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിലാണ് രണ്ടാമത്തെ മയക്കുവെടി ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ മയക്ക് ഉപയോഗിച്ച മരുന്നുകൾ തമ്മിൽ വ്യത്യാസമുണ്ടോ, ഡോസേജിൽ വ്യത്യാസമുണ്ടോ, ഇതാണോ മരണകാരണത്തിന് ഇടയാക്കിയത്, അതുപോലെ നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഒരു കാര്യം അനുകൂലമായ ഘടകമുണ്ട്. കാരണം ഉച്ചസ്ഥായിയിൽ ചൂടുള്ള സമയത്ത് ഈ മയക്കുവെടി വെച്ചിട്ടില്ല എന്നുള്ളത് ആനയ്ക്ക് അനുകൂലമായ ഘടകമാണ്. കാരണം ചൂടുള്ള സമയത്ത് മയക്കുവെടി വരുമ്പോൾ കൂടുതൽ ശരീരം താപം, ഉഷ്ണം, അതുപോലെ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുണ്ടായിട്ടില്ല. ഒന്നാമത്തെ മയക്കുവെടിയിൽ ആന കുലുങ്ങിയില്ല. രണ്ടാമത്തെ മയക്കുവെടിയിലാണ് ആനയ്ക്ക് അല്പമെങ്കിലും ഒരു മയക്ക് വന്നത് എന്നുള്ളതും ആന ആരോഗ്യവാനായിരുന്നു. ശരി, ഏതായാലും ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിച്ച് അതിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അഡ്വാനിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുരസ്കാര വിവരം പങ്കുവച്ചത് എക്സിലൂടെയാണ്. നമ്മുടെ കാലത്ത് ഏറ്റവും ആദരണീയനായ രാഷ്ട്രീയക്കാരനാണ് അദ്വാനിയെന്ന് മോദി എക്സിൽ പോസ്റ്റ് ചെയ്തു. ഇന്ത്യയുടെ വികസനത്തിന് LK അഡ്വാനി നൽകിയ സംഭാവനകൾ മഹത്തരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. R രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. RK, തുടർച്ചയായി ഭാരതരത്ന, അതിപ്പോൾ ഏതാനും കഴിഞ്ഞ ആഴ്ചയാണ് കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന പ്രഖ്യാപിച്ചത്. ഇപ്പോൾ അടുത്ത നേതാവിന് ഭാരതരത്ന. എന്താണ് പ്രധാനമന്ത്രി എക്സിലൂടെ വ്യക്തമാക്കുന്നത്?
തീർച്ചയായിട്ടും അനുജ പറഞ്ഞതിന് വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. കാരണം കർപ്പൂരി താക്കൂറിന് ഭാരത് രത്ന പ്രഖ്യാപിച്ച സന്ദർഭം അത് രാമക്ഷേത്ര നിർമ്മാണവും അതിനുശേഷമുള്ള മറ്റ് പ്രാണപ്രതിഷ്ഠ അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ പൂർത്തിയാകുന്ന ഒരു സമയത്താണ് ആ പ്രഖ്യാപനം ഉണ്ടായത്. ഇത് ഈ സംഘപരിവാർ നേതൃത്വത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കാരണം ഈ അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിന് കാരണക്കാരനായിട്ടുള്ള LK അദ്വാനിക്ക് വേണ്ട വിധത്തിൽ ആദരവ് നൽകുന്നതിന് സർക്കാർ തയ്യാറായിട്ടില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നത്. ഇതിനെ ഒരുപക്ഷെ മറച്ചുവെച്ച് മുന്നോട്ട് പോകുന്ന സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ച് അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഭാരത് രത്ന പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിട്ടിരിക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. LK അദ്വാനിയെ പോലെയുള്ള ഒരു നേതാവിനെ അവഗണിച്ചുകൊണ്ട് കർപ്പൂരി താക്കൂറിന് ഭാരത് രത്ന നൽകാനായിട്ട് ഉള്ള ഒരു തീരുമാനം കൈക്കൊണ്ടു എന്ന വികാരം അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതാണ് സംഘടനാപരമായിട്ട്. അതിനെ ഇപ്പോൾ മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ്. LK അദ്വാനി എല്ലാ ഘട്ടങ്ങളിലും BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മുൻനിരയിൽ നിന്നിട്ടുള്ള ആളാണ്. ഒരു കാലത്ത് BJP എന്നാൽ LK അങ്ങനെ 96-ാം വയസ്സിലാണ് മുൻ ഉപപ്രധാനമന്ത്രി കൂടിയായ LK അദ്വാനി BJP മുതിർന്ന നേതാവിന് ഭാരത് രത്ന ലഭിക്കുന്നത്. സാഹിത്യ അക്കാദമിയെ വിമർശിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യോത്സവത്തിൽ വിളിച്ചു വരുത്തി കുറഞ്ഞ പ്രതിഫലം നൽകി അപമാനിച്ചുവെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. അക്കാദമിയുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ഇനി ബുദ്ധിമുട്ടിക്കരുതെന്നും ആയുസ്സിൽ നിന്ന് അവശേഷിക്കുന്ന സമയം പിടിച്ചു പറിക്കരുതെന്നും ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. അതിനിടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനുണ്ടായ പ്രയാസത്തിൽ ഖേദം പ്രകടിപ്പിച്ച സാഹിത്യ അക്കാദമി അധ്യക്ഷൻ K സച്ചിദാനന്ദൻ രംഗത്തെത്തി. ചുരുങ്ങിയ ഫണ്ട് കൊണ്ടാണ് സാഹിത്യോത്സവം നടക്കുന്നത്. ചുള്ളിക്കാട് ഉന്നയിച്ചത് പൊതുവായ പ്രശ്നമാണെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും K സച്ചിദാനന്ദൻ പറഞ്ഞു. കാരണം ഇത് വളരെ ലിമിറ്റഡ് പണം കൊണ്ട് നടത്തുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും സാധാരണ എല്ലാ എഴുത്തുകാർക്കും കൊടുക്കുന്ന 1000 രൂപയാണ്. പിന്നെ ഇവിടെ കിലോമീറ്റർ കണക്കാക്കിയിട്ടുള്ള ഒരു രീതിയാണ് പണ്ട് തൊട്ടേ അവലംബിച്ചു പോരുന്നത്. അപ്പോൾ അത് യാന്ത്രികമായിട്ട് ഫോളോ ചെയ്യുകയാണ് ഓഫീസ് ചെയ്തത്. പക്ഷേ ബാലേന്ദ്രൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ കൂടുതൽ സംസാരിച്ചു, വളരെ കൂടുതൽ അതിനുവേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന എന്നുള്ള നിലയ്ക്കാണ്. അല്ലെങ്കിൽ ആ നിയമപ്രകാരം ഈ ചെയ്തതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ബാലേന്ദ്രന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിഫലം നൽകാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഈ തരത്തിലേക്ക് ശോഭിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇടുന്നത്? അതിനുശേഷം ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നു. നിയമപരമായി ഇങ്ങനെ ഒരു തുക നൽകുന്നതിൽ തെറ്റില്ല എങ്കിൽ പോലും പ്രശ്നം പരിഹരിച്ചു എന്ന് സാഹിത്യ അക്കാദമി ചെയർമാൻ നേരിട്ട് രംഗത്തെത്തി മാധ്യമങ്ങളോട് പറയേണ്ടുന്ന ഒരു സാഹചര്യവും. അനുജ, ഈ ജനുവരി 30-നാണ് ഇത്തരത്തിൽ കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ സാഹിത്യോത്സവത്തിൽ എത്തുന്നത്. 2 മണിക്കൂറിലധികം നേരം സംസാരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പ്രതിഫലമായി 2400 രൂപ മാത്രമാണ് നൽകിയത്. അത് അദ്ദേഹത്തിന്റെ വിമർശനം, അത് ഈ പ്രതിഫലം കുറഞ്ഞുപോയി എന്നുള്ളത് തലത്തിലല്ല നമ്മൾ കാണേണ്ടത്. അത് സാഹിത്യകാരന്മാരോടുള്ള പൊതുവിലുള്ള അവഗണന എത്തരത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യത്തെ എല്ലാം അതായത് ഈ പൊതു സമക്ഷത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. കാരണം മിമിക്രി കലാകാരന്മാർക്കും സിനിമാ താരങ്ങൾക്കും എല്ലാം ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുമ്പോൾ ഈ സാഹിത്യകാരന്മാർക്ക് നേരെയുള്ള അവഗണന എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിമർശനം. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാഹിത്യ അക്കാദമി ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അധിക തുക നൽകാനുള്ള നടപടിയിലേക്ക് കടന്നു എന്നുള്ളതാണ് സാഹിത്യ അക്കാദമി തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അനുജ, അതെ, പൊതുവായി സാഹിത്യകാരന്മാരോടുള്ള അവഗണന ചൂണ്ടിക്കാട്ടുകയാണ് ഇതിലെ ഉദ്ദേശ്യം എന്ന് കൂടി നമുക്കിതിൽ അനുമാനിക്കാം. മറ്റൊരു വാർത്തയിലേക്ക് കൂടി. ചിന്നക്കനാലിലെ കയ്യേറ്റ വിഷയത്തിൽ മാത്യു കുഴൽനാടൻ MLAക്ക് മുന്നറിയിപ്പുമായി CPIM ഇടുക്കി ജില്ലാ നേതൃത്വം. കയ്യേറിയ ഭൂമി വിട്ടു നൽകിയില്ലെങ്കിൽ പിടിച്ചെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. മാത്യു കുഴൽനാടൻ MLA ഭൂമി വിട്ടു നൽകാനുള്ള മാന്യത കാണിച്ചില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, കഴിഞ്ഞ ദിവസം നമുക്കറിയാം അനധികൃതമായി ഉള്ള മതിൽ അത് പൊളിച്ചു കളഞ്ഞിരുന്നു CPIM. അന്ന് തന്നെ അവർ മാത്യു കുഴൽനാടന്റെ വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ വിഷയം കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കുകയാണോ CPIM? അനുജ, ധാർമ്മികതയുണ്ടെങ്കിൽ മാത്യു കുഴൽനാടൻ സർക്കാർ ഭൂമി വിട്ടു നൽകണം എന്നുള്ളതാണ് CPIMന്റെ ആവശ്യം. 50 സെന്റ് അധിക ഭൂമി കയ്യേറിയെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിനനുസരിച്ച് ഭൂമി വിട്ടു നൽകിയില്ല എങ്കിൽ തുടർ നടപടികളുമായി, പ്രതിഷേധ നടപടികളുമായി CPIM രംഗത്തെത്തും. ഭൂരഹിതർക്ക് ഈ ഭൂമി ഏറ്റെടുത്ത് നൽകാൻ CPIM സന്നദ്ധരാണ്. അല്ലെങ്കിൽ അത്തരം പ്രതിഷേധ നടപടിയിലേക്ക് പോകും. ജനങ്ങളെ അണിനിരത്തി ഈ ഭൂമി ഏറ്റെടുക്കുമെന്നൊരു മുന്നറിയിപ്പാണ് മാത്യു കുഴൽനാടന് നൽകിയിരിക്കുന്നത്. റവന്യൂ വകുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് മാത്യു കുഴൽനാടൻ നൽകിയിട്ടുണ്ട്. 8-ാം തീയതി ഹാജരാകണമെന്നാണ് അതിലെ നിർദ്ദേശം. അതിലായിരിക്കും മാത്യു കുഴൽനാടൻ വിശദീകരണം നൽകുക. ആ വിശദീകരണ അടിസ്ഥാനത്തിലായിരിക്കും ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാക്കുക. അത്തരത്തിൽ വിട്ടു നൽകാൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നാണ് CV വർഗീസ് ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾ വ്യക്തമാക്കുന്നത്. അനുജ, മാത്യു കുഴൽനാടന്റെ മുന്നറിയിപ്പുമായാണ് CPIM ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത്. വാർത്താമഴ അവസാനിക്കുന്നു.